ഹലോ ഗൈസ്, നമ്മുടെ കശ്മീർ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം. നമ്മളിന്ന് പോകുന്നത് പഹൽഗാമിലേക്കാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് റെഡിയായി, ഒരുവിധം റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് നമ്മൾ യാത്ര തുടങ്ങും. Yes, we are starting our journey. ये एक ही रास्ता में है क्या? नहीं, सोनमर्ग पहलगाम। हाँ, वो तो चॉइस आपके ऊपर कहाँ जाए। पहलगाम में लपुंडा है। ओके, पहलगाम। ओके। ഈ കാണുന്നതെല്ലാം കുങ്കുമപ്പാടങ്ങളാണെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. നല്ല സീസണിലാണ് നമ്മൾ വന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പർപ്പിൾ കളറിൽ കാണാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സീസണല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് എന്താ, വരണ്ടുണങ്ങിയ പാടങ്ങൾ കാണാനുള്ള അവസ്ഥയായി. നമ്മൾ കുങ്കുമപ്പം മേടിക്കാനായിട്ടൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി വാണി സഫ്രം. ഈ ഏരിയ മൊത്തം ഈ കടകൾ ഇതിൻ്റെയാണ്, ഒരു ഗലിയാണ്. വാൾനട്ടിൻ്റെ മരം കണ്ടോ, ഇതൊരു വാൾനട്ട് മരമാണ്. പിന്നെ അറിയാതിരിക്കുമോ, സുഗന്ധം. വാവ്, എന്താ മണം. സത്യത്തിൽ കമ്മീഷൻ ബേസിലാണ് ഈ ഡ്രൈവർമാരെല്ലാം നമ്മളിങ്ങനെയുള്ള കടകളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളായിട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ലല്ലോ. करते हैं तो टेस्ट में हल्का सा कड़वा होना चाहिए, मीठा तीखा नहीं होना चाहिए. दूसरा तरीका होता है ओरिजिनल जो केसर होता है, ये किसी भी लिक्विड में डिज़ोल्व नहीं होगा. अगर आप इसको दूध में, पानी में, खीर में, बिरयानी में डालते हैं, ये डिज़ोल्व नहीं होता है, ये घुलेगा नहीं, लेकिन अपना कलर देगा, अपना टेस्ट देगा. पत्ती ऐसी रहती है जैसी है. अगर ये डिज़ोल्व हो गई या अगर इसकी पत्ती का कलर चेंज हो गया, सफ़ेद हो गई, समझो डुप्लीकेट है आपसे. बस यही तरीका होता है केसर को पहचान. वॉलनट होता है ना, मोर. ഈ വാൾനട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു സത്യം പറഞ്ഞാൽ, ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വാൾനട്ട്. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം കഴിച്ചപ്പോഴാണ് വാൾനട്ടിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. അത്ര ടേസ്റ്റിയാണ് കാശ്മീരിൽ നിന്ന് ഞാൻ കഴിച്ച വാൾനട്ട്. ये भी भिगोना नहीं होता और ये पॉलिश्ड नहीं होता है, ये ऑर्गेनिक होता है, ये कड़वा नहीं होता है. ये होता है क्रैनबेरी. यूरिन इन्फेक्शन, किडनी प्रॉब्लम्स एंड माउथ अल्सरेशन के लिए अच्छा. പിന്നെ ഈ ബ്ലൂബെറി, ക്രാൻബെറി പോലെയുള്ളതൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പം അങ്ങനെ കുറച്ച് കുങ്കുമപ്പൂ അടക്കം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ ബില്ല് വരുമ്പോൾ തല കറങ്ങുന്നുണ്ട്. Walnut. Wow. മോളിൽ നിന്നതാ. നമുക്ക് വേണ്ടി വാൾനട്ട് പൊട്ടിക്കുന്നതാണിത്. എന്തെങ്കിലുമൊക്കെ വീടിന് പ്രതീക്ഷ വെറുതെ അടിക്കുക. വീണ്
इसमें ना ये छिलका है ना वो कलर देता है मेहंदी का कलर, कपड़ों में लगेगा नहीं निकलेगा, वो तेज कलर मेहंदी कलर दे ഇത് പിടിച്ച എൻ്റെ കയ്യിലാകട്ടെ. ഈ തേക്കിൻ്റെ കൂമ്പല വെച്ചിട്ട് പണ്ടൊക്കെ ഉള്ളം കയ്യിൽ ഉരച്ചിങ്ങനെ ചുമന്ന കളറ് വരുത്തുമായിരുന്നു. അതുപോലെ ഈ വാൾനട്ടിൻ്റെ തൊണ്ട് വെച്ച് ഉരച്ച കളറ് വരുന്നാണ് ആ ചങ്ങായി പറഞ്ഞത്. കുറേ ഉരച്ചെങ്കിലും ഒന്നും വന്നില്ല ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു കവർ നിറയെ സാധനങ്ങൾ. പട്ടാളക്കാർ നമ്മുടെ വീഡിയോ എടുക്കലും कनवाई जब आते हैं ना ആൾ നോക്കുമ്പോ അപ്പനെ താഴ്ത്തി കോട്ടെ. നമ്മളെ ചെക്കിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അവിടെ. ഇതൊക്കെ തോക്കാന്ന് വിചാരിക്കും. ഇവരുടെ ഒരു മെയിൻ ഒരു വണ്ടി കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. അത് പോയിട്ട് നമ്മളിനി കടത്തി വിടുള്ളൂ. ഇതാ വാഹന വ്യൂഹം കടന്നു പോകണുണ്ടോ? ഇത് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. CRPFൻ്റെ കുറേ വണ്ടികൾ തുരുതുരാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സർവ്വസാധാരണ അല്ലേ? യെസ്. കശ്മീരിൻ്റെ സംസ്ഥാന വൃക്ഷമായ ചിനാർ മരങ്ങളും പിന്നെ ദേവദാരുക്കളും അതുപോലെ തന്നെ വാൾനട്ട് മരങ്ങളൊക്കെയാണ് ഈ പോകുന്ന വഴി നീളെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മരങ്ങൾ മുഴുവനും. ഈ കാണുന്നതിന് ഞാനൊരു നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് അവസ്ഥ. പഹൽഗാമിലേക്ക് ഉള്ള ദൂരം പകുതി പോലും നമ്മളായിട്ടില്ല. ഈ ആളുകളുടെ കോസ്റ്റ്യൂമും ഈ റോഡിലെ റാലിയും ചൂലഴിച്ചിട്ട പോലെയുള്ള പട്ടാളക്കാരെയും ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു മേജർ രവി സിനിമ കാണാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതാണ് ഈ റാലിയും ബഹളമൊക്കെ എന്നാണ് പറയണത്. പക്ഷെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അതുകൊണ്ട് നമ്മുടെ ട്രാവലിംഗ് നടക്കുന്നില്ല. വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തി ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ജ്യൂസ് സംഭവങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ആക്ച്വലി ഫ്രൂട്ട് ഇങ്ങനെ കുറേ വഴിയിൽ കണ്ടപ്പോൾ ഇതെന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു അട്രാക്ഷന് വേണ്ടി ഫേക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിൾ, ഡ്യൂപ്ലിക്കേറ്റ് ആപ്പിളാണിത്. നിറയെ നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാം പോകുന്ന വഴിക്കൊക്കെ. ആപ്പിൾ തോട്ടത്തിലേക്കാണ് ചേട്ടൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോകണത് ഗൈസ്. കൊലച്ച് കിടക്കുന്നുണ്ട്. കശ്മീരി ചില്ലി. കശ്മീരി ചില്ലി. കശ്മീരി വഴുതനങ്ങ. പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
നിറയെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതെന്താ സംഭവം? കോളിഫ്ലവറോ അങ്ങനെ എന്തോ ആണ്. മുളക് കൃഷി, വഴുതനങ്ങ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇതാ ചുരക്കുട്ടി. സത്യത്തിൽ ഇത് ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മളെ അവിടെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. वीडियो बन दीदी एक आप पे रखे ഈ പ്രാവിനൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ തടയുമോ നോക്കുക. അതൊക്കെ അവരുടെ ഒരു സൈഡ് വരുമാനം പോലെ തോന്നി. കുറച്ച് കുട്ടികളാണ് വന്നത് ഈ പ്രാവിനെയൊക്കെ കൊണ്ട്. പാവം തോന്നി. എല്ലാത്തിൻ്റെ കാലിൽ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആപ്പിൾ ജ്യൂസാണ് കൊണ്ടു തന്നതെങ്കിലും അത് തനിയെ കുടിക്കുന്നതിനേക്കാൾ രസം അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് മസാല ജ്യൂസാക്കി കുടിക്കണതാണെന്നും പറഞ്ഞ് അവരെന്തോ ചാട്ട് മസാലയൊക്കെ കൊണ്ടു തന്നിരുന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. കൊള്ളാം, കുഴപ്പമില്ല. ആപ്പിളിൻ്റെ കുറച്ച് ബൈ പ്രോഡക്ട്സ് അവരവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ആപ്പിൾ ചട്നി, ആപ്പിൾ പിക്കിൾ, അങ്ങനെയൊക്കെ. അതും കുറച്ച് മേടിച്ചു. നിറയെ വാൾനട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. ये पानी, हाँ ये पानी കുടിക്കുന്ന ലിഡാർ നദിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗ്ലേഷ്യർ വാട്ടറാണ് ഇത് കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയാണിത് നേരിട്ട് കാണാനായിട്ട്. ക്യാമറയിൽ ഇതിന് എത്രത്തോളം ഭംഗി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാൽ നമുക്ക് മതി വരില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ കാഴ്ചകളെല്ലാം. किधर जाएगा? പഹൽഗാം എത്തി. നമ്മളിങ്ങനെ പഹൽഗാം എത്തിയിരിക്കുകയാണ്. पूरा लिखा हुआ है हाँ 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 और कैब से 3 पॉइंट है. പഹൽഗാമിൽ നിന്നും ഒരു 5-6 മണിക്കൂർ ദൂരത്തെ യാത്ര മാത്രമേ നമുക്ക് അമർനാഥ് ക്ഷേത്രത്തിലേക്ക് വരുന്നുള്ളൂ സത്യത്തിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ യാത്ര മൊത്തം കുതിരപ്പുറത്താണ്. നമ്മൾ മുകളിലേക്ക് കയറി മലമുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുക. അതിന് അവിടെ ഭയങ്കര ബാർഗെയിനിങ് വേണ്ടി വന്നു. കത്തി വിലയാണ് അവിടുത്തെ കുതിരക്കാർ നമ്മളിന്ന് വാങ്ങണത്. അപ്പം നല്ലൊരു ആർഗ്യുമെൻറ്റിന് ശേഷമാണ് നമ്മൾ 3 പോയിന്റിലേക്കുള്ള പൈസ പറഞ്ഞിട്ട് കുതിരയെ മേടിച്ചത്. മൂന്ന് സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 8,000 രൂപ 5 പേർക്ക്. കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുതിരപ്പുറത്താണ് ഗൈസ്.
So funny. വഴികളാണ് നമ്മൾ കുതിരപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. Oh my god, this is so adventurous and funny too. കുതിര കണ്ടോ? This is my കുതിരക്കുട്ടി. കുറച്ച് ഡേഞ്ചറസ് വഴികളിൽ കൂടെയൊക്കെയാണ് നമ്മൾ കുതിര പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? അത്ര നല്ല സുഖകരമായ വഴിയൊന്നും അല്ല ജേണിയാണ്. പക്ഷേ ഇറ്റ്സ് ത്രില്ലിംഗ് ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ഈ യാത്ര. ഓ, ഈ ചളിക്കൂട്ട് കൂടെയൊക്കെയാണ് ഗൈസ്. യെസ് ബേബി. ഒട്ടും സുഖമില്ലാത്ത വഴികളാണ്, ഒട്ടും സുഖമില്ല. പക്ഷെ ഇത് ഭയങ്കര രസമാണ്, അറിയാതിരിക്കാൻ വയ്യ. ഈ വഴികളാണ് നമ്മൾ കുതിരയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമാതിരി കയറ്റം നമുക്ക് നടന്ന് കയറാൻ പറയണത് ഒട്ടും ഈസി അല്ല. അതാണ് ഈ കുതിര സവാരി. അറ്റമ്മ എന്റെ കുട്ടീനെ അവിടെ കൊണ്ടുപോവാ. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു നിരയായിട്ട് കൊണ്ടു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനാണ്. ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആണെന്നാ പറയുന്നത്. എന്തോ ആണല്ലേ, ഫസ്റ്റ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ബൈസാരൻ വാലി ലക്ഷ്യമാക്കിയിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം താഴ്വരയിൽ നിന്ന് ഏകദേശം 8000 അടി ഹൈറ്റിലാണ് ബൈസാരൻ വാലി ഉള്ളത്. അതായത് ഏകദേശം ഒരു 5 കിലോമീറ്റർ. നടന്ന് പോകുന്നവരുണ്ട്, നടന്ന് കയറുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറിനൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കുന്നു തോന്നുന്നു. 1.5 മണിക്കൂർ കൊണ്ടൊന്നും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഹെക്ടിക്കാണ്. കുത്തനെയുള്ള കയറ്റങ്ങളായിരുന്നു, പക്ഷേ ഭയങ്കര രസമാണ്. കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ടുള്ള വ്യൂ ആണ് കേട്ടോ അത്. കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ വിഷ്വലെല്ലാം എടുക്കുന്നത്. എൻ്റെ കുതിര ഇവിടെ പാർക്ക് ചെയ്തിരിക്കുക. എന്താ കുതിര പോവാത്തെ? എനിക്ക് നല്ല വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ടേ നിന്ന് തന്നെ ആ പാവം ചെരിഞ്ഞ പ്രതലത്തിൽ കൊണ്ട് നിൽക്കുന്നു. എങ്ങോട്ടാ പോകുന്ന എന്റെ കുതിര? നീ നേരെ വഴി പോകും. എന്റെ അമ്മ ओके कश्मीर वैली आना കാണുന്നത്. माउंटेन के बैक साइड श्रीनगर, जो पुराने ज़माने के लोग थे ना, वो यहाँ से श्रीनगर जाते थे, आने जाने में 10 दिन लगते थे, इसलिए इसका नाम पड़ा कश्मीर वैली.
Can you see the terrain? പറഞ്ഞ പോലെ ഇറങ്ങുമ്പോൾ നല്ല രസമായിരിക്കും. ഈ നിലയ്ക്ക് ഭയങ്കര രസമായിരിക്കും ഇറങ്ങുമ്പോൾ. മൂക്ക് കുത്തി പോവാതിരുന്ന ഭാഗ്യം. പക്ഷെ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് കയറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നഷ്ടമായി പോയേനെ. കയറി ഇറങ്ങുമ്പോൾ ഇതായിരിക്കും അവസ്ഥ. ഈ അവസ്ഥയായിരിക്കും ഇറങ്ങുമ്പോൾ. എൻ്റെ പൊന്നു, എനിക്ക് ആലോചിക്കാൻ വയ്യ. Oh my God. ഈശ്വരാ. അച്ചു, പൊടിപടലം കാരണം ആരും കാണാനില്ല സത്യത്തില്. എന്റെ കുതിര പച്ചപ്പും പുല്ലൊക്കെ കാണുമ്പോ അത് ഇന്നാനായിട്ട് പോകുന്നുണ്ട് ഏതൊക്കെ വഴിക്ക്. Can you see the risky part? ചെരുവിക്കൂടെ, കുത്തനെയുള്ള ചെരുവിക്കൂടെയാണ് നമ്മുടെ കുതിരക്കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ? പൊളി പൊളി. കുതിരയുടെ മേലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാനിത്ര ചില്ല് ചെയ്തിരിക്കുന്നത് എൻ്റെ മേലെ. എനിക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ എൻ്റെ കുതിരയ്ക്ക് ഹിന്ദി അറിയാലോ. മഞ്ഞ് സീസണിലാണ് നമ്മൾ വന്നതെങ്കിൽ ഈ കാണുന്ന സ്ഥലം മുഴുവനും മഞ്ഞ് പൊതച്ച് കിടക്കണ കാണാമായിരുന്നു. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ഇടയിൽ കുറേ വിഷ്വൽസ് ഞാൻ എടുത്തില്ല. ഭയങ്കര റിസ്കി ആയിരുന്നു. എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. യെസ്, ഫൈനലി നമ്മൾ കുതിരയെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. Oh my God. മിനി സ്വിറ്റ്സർലാൻഡ് ആണെന്നാണ് പറയുന്നത്. മിനി സ്വിറ്റ്സർലാൻഡ്, കശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് ആണിത്. യെസ് യെസ് യെസ്, എല്ലാം വേണം. വിശക്കുണ്ട്. ഐ ആം ടു ഹംഗ്രി. ഓക്കെ ഓക്കെ. എൻ്റെ പുലാവ് വന്നത് സെയിം അല്ലേ? ചേട്ടൻ്റെ സെയിം അല്ലേ? സൂപ്പർ. വേണ്ട വെച്ചാ കാശ് കൊടുക്കില്ല. നമ്മളങ്ങനെ മിനി സ്വിറ്റ്സർലാൻഡിലെ ഇരിപ്പും കിടപ്പൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ കുതിരപ്പുറത്ത് താഴോട്ടേക്കുള്ള ഇറക്കം അത്ര ഈസി ആവാൻ ചാൻസ് ഇല്ല. അത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നതായിരിക്കില്ല.
അപ്പോൾ ബാക്കി അടിയിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ അഡ്വഞ്ചറസ് ആയ ഒരു കുതിരസവാരിക്ക് ശേഷം വീണ്ടും കാറിൽ കയറാൻ പോവുകയാണ്. തിരിച്ച് റൂമിൽ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഈ ലിഡാർ നദിയുടെ ബ്യൂട്ടി ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അതിലൊക്കെ ഒന്ന് ഇറങ്ങി ചെന്ന് കാലൊന്നും നനയ്ക്കാതെ സമാധാനമില്ല. അതിന് പറ്റുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഭൂപ്രകൃതിയും. ധാരാളം ആളുകൾ അതിലേക്ക് ഇറങ്ങി ചെന്ന് പാർക്കെട്ടുകളിൽ ഇരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആട്ടിടയന്മാരുടെ നാടാണ് പഹൽഗാം. കാറിലിരുന്ന് കണ്ടു കൊതിച്ച നദിയുടെ കരയിൽ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ. ഇത്ര ക്ലോസിൽ ഇത് കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, സത്യമായിട്ടും. എന്ത് ഭംഗിയാ നമുക്ക്. ഹൗ ബ്യൂട്ടിഫുൾ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. നമ്മുടെ നാട്ടിലെ നദികൾ ഒഴുകുന്ന ഒരു രീതിയിലേ ആയിരുന്നില്ല കാശ്മീരിൽ ഞാൻ കണ്ട നദികളൊന്നും. ആ ഒരു ഭൂപ്രകൃതിയുടെ വ്യത്യാസം കൊണ്ടായിരിക്കും മണൽത്തിട്ടയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഭൂപ്രകൃതി ഒന്നുമല്ല നദികളുടെ തീരത്തൊന്നും കണ്ടത്. തേച്ച് മിനുക്കിയെടുത്ത പോലെയുള്ള ഉരുളങ്കല്ലുകൾ കണ്ടോ ഗൈസ്? പെബിൾസാണിത്. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. നമ്മുടെ കാലിനെ നോവിക്കാത്ത തരത്തിലുള്ള നല്ല സുന്ദരം കല്ലുകളാണ് ഈ കാണുന്നത് മുഴുവനും. ഐസ് വാട്ടറാണ്, ഐസ് വാട്ടർ. നമ്മുടെ ചേട്ടൻ ഷോൾ വെക്കാനായിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ട്, കശ്മീരി ഷോൾ. വിളിച്ചിട്ടും കയറാണ്ട് കല്ല് പറക്കി കളിക്കണ കുരിപ്പുകളെ കാണുന്നുണ്ടോ നിങ്ങള്? ഷാറുഖ് ഖാൻ്റെ ഏതോ ഒരു മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കഴിച്ചത്. ഏത് മൂവിയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. രസം. ഭംഗിയാ നോക്ക്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ പേര്
പേരെന്തായിരുന്നു? ഇതാണ് പേര്, സൂര്യമന്ദിർ. മാർത്താണ്ഡം മട്ടൺ. ഈ പലഹാരക്കട ഞാൻ രാവിലെ നോട്ടിട്ടതാണ് ഗൈസ്. റസ്കിന്റെ ടേസ്റ്റ് ഇറങ്ങല്ലോ. ഇത് മാത്രം വാങ്ങിയുള്ളൂ? അല്ല, അതേന്ന് അതിന്റെ വലിപ്പം ചെറുപ്പം വ്യത്യാസമുള്ളൂ. പൊറോട്ടമാര് വലുത് പർച്ചേസ് ഉണ്ടല്ലോ. അതവിടെ ഇല്ല പൊറോട്ട. ഫിർനി കടി പനീർ, ആലു, മൂംഗ് ദാൽ, rice and which was today's dinner. റൊട്ടി ആക്ച്വലി കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കിട്ടിയ ഒരു പീസ് എടുത്തു. നല്ല സുഖം.